ിലേക്ക് പോകാൻ നമ്മുടെ സമയം ഒരുപാടാവുന്നു. ഉമേഷാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഉമേഷ്, ഈ ഒന്നുകിൽ കൊടുക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിനെ എന്തിനാണ് ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്? തീരുമാനമെടുക്കുക എന്നുള്ളതല്ലേ നേതൃത്വത്തിന്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ അതല്ലേ അവരുടെ ഉത്തരവാദിത്വം? നമസ്കാരം കിരൺജി. നമസ്കാരം. താങ്കൾ ചോദിച്ചത് പോലെ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക എന്നൊക്കെ അങ്ങനെ നമുക്ക് എളുപ്പം പറയാം. പക്ഷെ ഇത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, അതുപോലെ ഒരു മുന്നണിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ പലതും നമ്മള് എന്താ പറയാ, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഇതൊന്നും ഒരു സ്ഥാനാർത്ഥി നിർണയമാണ്. ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതല്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ LDF-ന്റെ ദുർഭരണം തന്നെയാണ്. അത് ജനങ്ങൾ ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങൾക്ക് LDF-ന്റെ ദുർഭരണം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനിയുള്ളത് കഷ്ടിച്ച് 20 ദിവസമാണുള്ളത്. ആ സമയത്ത് ഏപ്രിൽ 9 തീയതി കേരളം വിധി എഴുതാൻ പോവുകയാണ്. ആ സമയം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മറ്റുള്ളവരൊക്കെ മുന്നിൽ പോയി. നിങ്ങൾ അപ്പോഴും സ്ഥാനാർത്ഥി ആര് എന്നറിയാതെ സ്ഥാനാർത്ഥി ചർച്ചയിലൊക്കെ നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇനി എപ്പോഴാണ് ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? ചിരഞ്ജീവിതം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിന് ഇതൊക്കെ ഒരു പ്രചരണം. ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി മാത്രം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൊന്നല്ലല്ലോ നമ്മൾ. നേരെ സുധാകരന്റെ സീറ്റ് ഇല്ല എന്ന് തീരുമാനിച്ച് നേരെ അങ്ങ് തീരുമാനമെടുത്ത് നടപ്പാക്കി അങ്ങ് മുന്നോട്ട് വെക്കൂടെ? ജനം അത്രത്തോളം UDF-നെ ജയിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ എന്തിനാണ് ഒരു തീരുമാനം എടുക്കാൻ ഇത്ര ഭയപ്പെടുന്നത്? അല്ല, സുധാകരൻ സാറിനെ പോലുള്ള ഒരാളെ പെട്ടെന്ന് തഴഞ്ഞുകൊണ്ട് ഒരു നമ്മുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു തീരുമാനം ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സുധാകരൻ സാറ്. അപ്പോ അതിനുള്ളൊരു സത്യത്തിൽ അതൊരു ഇന്ന് സത്യത്തിൽ ഇത് ലേറ്റ് ആക്കുക എന്നുള്ളത് സത്യത്തിൽ ഞാനിപ്പോ തുറന്നു പറയാണ്, കോൺഗ്രസ്സുകാർ നമ്മുടെ നേതൃത്വം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ആവേശം മണികളുണ്ട്. ആ ആവേശം കെടുത്താതെ ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ, അത് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇവിടെ തമ്മിലടിക്കുന്ന ഇപ്പൊ കോൺഗ്രസ്സുകാർ കണ്ടിട്ടൊന്നുമില്ല. കോൺഗ്രസ്സുകാർ കാലാകാലങ്ങളിൽ താങ്കൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പറയുന്നത് ഇപ്പൊ കാലാകാലങ്ങളെ നടത്തിക്കൊണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമാണല്ലോ എന്നുള്ള ന്യായീകരണമൊന്നുമല്ല. പക്ഷെ കോൺഗ്രസ്സുകാർ ഇങ്ങനൊക്കെ തന്നെയാണ്. എന്തായാലും ഇങ്ങനൊക്കെ ആയിട്ടും കോൺഗ്രസ് ഇവിടെ ഭൂരിപക്ഷം സീറ്റിൽ ജയിച്ചു വന്ന ചരിത്രമുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ അങ്ങനെ ചരിത്രമൊക്കെ ഉണ്ട്. 2001 ആ തരത്തിലേക്ക് അവസാന നിമിഷം പിൻവലിക്കുന്നതിന്റെ തലേ ദിവസം 3 സ്ഥാനാർത്ഥികളെ കരുണാകരനും AK ആന്റണിയും അടിച്ച് കരുണാകരൻ പറഞ്ഞ 3 സ്ഥാനാർത്ഥികളെ വെക്കുന്നു. ചുമരെഴുത്തെല്ലാം മായിച്ച് പോസ്റ്ററെല്ലാം വലിച്ചു കീറി പുതിയ സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് 3 പേരെ ജയിപ്പിച്ചു. അന്ന് കോൺഗ്രസിന് വലിയ ശക്തിയൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അന്ന് 99 സീറ്റ് നേടി അധികാരത്തിലൊക്കെ കയറാനുള്ള കരുത്തുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു. ഇന്നിപ്പോഴത്തെ കോൺഗ്രസ് അങ്ങനെയാണോ? അതിനുശേഷം പിന്നീട് ഒരിക്കലെങ്കിലും ഈ 75 എന്നുള്ളൊരു മാർക്ക് പോലും ആ UDF-ന് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 25 വർഷം കഴിഞ്ഞൊന്നും ആലോചിക്കണം. അതെ, പക്ഷേ ചരിത്രങ്ങൾ ഇനി മാറി മറിഞ്ഞു വരും. ചരിത്രങ്ങൾ മാറി മറിയാതെ ഇതുപോലൊരു അവസരം കോൺഗ്രസിന് മുന്നിൽ ഇനി എപ്പോഴാണ് കിട്ടുക? ഇതുപോലൊരു അവസരം UDF-ന് കിട്ടാതിരിക്കുക. പിന്നെ ബാലകൃഷ്ണൻ വടകര പറയുന്ന പോലെ ഇതൊന്നും നടക്കൂല എന്നല്ല. അതെല്ലാം ബാലകൃഷ്ണൻ വടകരയെ പോലുള്ളവരുടെ ഒരു മിഥ്യാധാരണയാണ്. അല്ലാതെ ഇതൊക്കെ കോൺഗ്രസ് ഇത് പുഷ്പം പോലെ ജയിച്ച് ഈ കേരളം ഭരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു സുധാകരന്റെ ഉടക്കിന് മുന്നിൽ മറ്റിടങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ഇങ്ങനെ പകച്ചു നിൽക്കേണ്ട അവസ്ഥ കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. പുതിയ വേഷത്തിലും ഭാവത്തിലും ഒരു നല്ല ഒരു അഭിനന്ദനം. ശരി, ഓക്കെ, താങ്ക് യു. പിന്നെ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇതിനെ വിളിക്കുന്ന ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുടെ ആ ദയനീയാവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. കാരണം ഒരല്പം പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു UDF-നും ഈ ഇലക്ഷനും. അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആര്? ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം. എന്റെ കരുണ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും ഒരു ദേശീയ നേതൃത്വം, ഇത്രയും ദുർബലതയുള്ള ഒരു ദേശീയ നേതൃത്വത്തിന് ഞാൻ എന്റെ ഈ 72 വർഷത്തെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവരൊറ്റ ഒരു കൂട്ടരാണ്. ഈ ഇത്തവണ വരാൻ പോണ ദോഷം മറിയാണെങ്കിൽ അതിന് ഉത്തരവാദി ഇവർ മാത്രമായിരിക്കും. വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കേരള നേതാക്കൾ പറയുന്നുണ്ട്, സതീശൻ പറയുന്നു, വേണുഗോപാൽ പറയുന്നു, എല്ലാവരും പറയുന്നു ദേശീയ നേതൃത്വമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ചാൽ അപ്പോ ഓക്കെ.
അപ്പൊ ഇത് വലിച്ചു നീട്ടി ഈ രണ്ടാം വാരത്തിലേക്ക് കടക്കാൻ പോകുന്നത് ആരുടെയും കുറ്റമല്ല, കോൺഗ്രസ്സുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയുമ്പോൾ ചിരി വരും. കാരണം ഒരു സുധാകരൻ ഇല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് മൊത്തം വെച്ചു പോകുമോ? രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യണം. ഇപ്പോഴാണ് നമ്മൾ കരുണാകരന്റെ അല്ല ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ വില അറിയുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കും, അല്ലാത്തതിനൊക്കെ പുറത്തായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ്ഐലാകെ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തം വെച്ചു പോയാ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ എത്രയോ പ്രഗത്ഭരായ നേതാക്കൾ പോയി. ഇവർക്ക് നട്ടലില്ലാത്ത, നട്ടലിന്റെ സ്ഥാനത്ത് റബ്ബറോ വാഴപ്പിണ്ടിയാണ് ഇവർക്കുള്ളത്. അത്ര മാത്രമേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത്. ശ്രീനിവാസൻ, ഈ പട്ടിക വൈകുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട്. നേതാക്കൾ ഈ പ്രവർത്തകരുടെ ഒരു വികാരമെങ്കിലും മാനിക്കാൻ തയ്യാറാവേണ്ടേ? അല്ല സാറേ, നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ഹൈക്കമാൻഡിന് നട്ടില്ലാന്ന്. ഞാനൊന്ന് പറയട്ടെ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ദേശീയ പാർട്ടിന്ന്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലെ ഒരു ഉണ്ണാമ്പ് പാർട്ടി ഒന്നല്ല ഇവിടെ. മനസ്സിലായിട്ടുണ്ട്? അവർക്ക് ഇവിടെ കേരളത്തിലത്തെ നാലാൾക്കാരെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതല്ല ഹൈക്കമാൻഡ്, അതല്ല. 5 സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള സീറ്റ് നടത്തണം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതൊന്നുമില്ല. പിണറായി വിജയൻ പറഞ്ഞ ആള് ഞാൻ നീ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം ഒരാളും ഉണ്ടായില്ല. ഏകാധിപത്യന് പിണറായി വിജയൻ. മനസ്സിലായിട്ടുണ്ട്? അതുപോലെയല്ല കോൺഗ്രസ് 4 ആൾക്കാരെ മുമ്പിൽ ഇരുന്ന് വട്ടമേശം കൂട്ടി ചർച്ച ചെയ്യുന്നതാണ്. 5 സ്റ്റേറ്റിലപ്പോ ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയില്ല. ഞങ്ങൾക്കൊരു ലേശം നീണ്ടു പോയാലും അത് നാളെ മറ്റന്നാളായിട്ട് ആയാലും. ഇന്നത്തെ കാലത്ത് ഇപ്പൊ മയക്കപ്രചരണമൊന്നും വേണ്ട സാറ്. ഇപ്പൊ ഒക്കെ മൊബൈലിൽ എന്തെല്ലാം ആപ്പുകളുണ്ട്. ഇതൊക്കെ മതി. ഞങ്ങൾക്ക് അത് മതി. ഒരു കാര്യം ഉറപ്പാണ്, 100 സീറ്റിലും കൂടുതൽ UDF പിടിച്ചിരിക്കും, ഭരണം തിരിച്ചു പിടിക്കും. അതിൽ ഒരു സംശയം വേണ്ട. കണ്ണൂർ ഉദാഹരണം നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 7 സീറ്റ് UDF കരസ്ഥമാക്കും. കിരൺ സാർ വേണമെങ്കിൽ എഴുതി വെച്ച വേണമെങ്കിൽ. സുധാകരൻ പണ്ട് ഉദുമയിൽ പോയി മത്സരിച്ച് തോറ്റ കഥയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ. ഇവിടെ നോക്കിക്കോളാം നിങ്ങൾ. മമ്മമാരൊക്കെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ. സുധാകരൻ ഇല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്നാണോ? സുധാകരൻ ഇല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്നാണോ? അല്ല, സുധാകരന് കിട്ടില്ല സീറ്റ്. അതൊക്കെ ഷുവറായിട്ട് അതിന്റെ രീതിയിൽ ആന്റണി ഭംഗി വാങ്ങി അതിനെ അവതരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഹൈക്കമാൻഡിന്. ശ്രീരാജനാണ് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീരാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മറ്റു പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ പോലെ ഭരണം പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ ഭരണത്തിൽ തിരിച്ചു വന്നേ മതിയാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇപ്പോഴും തർക്കത്തിൽപ്പെട്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.